എത്ര നല്ലവനാ പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ സഭായോഗമായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കുന്ന വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തിനെല്ലാ മഹത്വവും കരയേറ്റുകയും ചെയ്യുന്നു. സഭയായിട്ട് ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും അതൊരു അനുഗ്രഹമാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും വിശേഷാൽ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വളരെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ അനുഭവിച്ചുകൊണ്ട് നാം മുന്നേറുന്ന ഈ സമയത്ത് ഇതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപയും വേണ്ടുന്ന ദൈവിക ബലവും എല്ലാ ദൈവമക്കൾക്കും വിവിധ ഇടങ്ങളിലായി നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പല പ്രിയപ്പെട്ടവരും വലിയ ഭാരങ്ങളും വലിയ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ദൈവമക്കളുണ്ട്. അവിടെയൊക്കെ ആശ്വാസങ്ങളും സമാധാനവും വിടുതലും ലഭിക്കുവാനായും ദൈവത്തോട് വിശേഷാലെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽവേളയിൽ സഭയായിട്ട് ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് 12-ാമത്തെ സങ്കീർത്തനം പാടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഇടയാക്കിയല്ലോ. ആരാധനയെങ്കിൽ നാം ഒരുമിച്ച് വലിയ ദൈവകൃപ അനുഭവിപ്പാൻ ഇടയായി, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി. പ്രത്യേകാൽ ആത്മനിറവിൽ ദൈവത്തെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് സ്തുതികൾ കരയേറ്റുവാനുമൊക്കെ ദൈവമിടയാക്കിയതിലും ദൈവത്തെ സ്തുതിക്കുന്നു. 12-ാമത്തെ സങ്കീർത്തനത്തിലൂടെ 1-2 ചിന്തകൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 12-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വചനം അതിപ്രകാരം കാണുന്നു: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വളരെ ചിന്തനീയമായ അർത്ഥവത്തായ ഒരു ദൈവവചന ഭാഗമാണ് നാം വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ഈ വായിച്ച വചനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. വിശേഷാലെ ആ പദമൊന്ന് വിചിന്തനം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 2 പദങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് കാണുന്നു. ഒന്ന്, ഭക്തന്മാർ എന്നുള്ളൊരു പദം അവിടെ കാണുന്നുണ്ട്. രണ്ടാമത്, വിശ്വസ്തന്മാർ എന്നുള്ള ഒരു പദം അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നു. ആ 2 പദത്തിനും പ്രത്യേക അർത്ഥങ്ങളും പ്രത്യേക ആശയങ്ങളുമുണ്ട്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, വിശേഷിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ സംബന്ധിച്ചൊക്കെ ആ പദം വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതും ആ പദം വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. ഭക്തന്മാരെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ
രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസ്തന്മാരെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേക ഭക്തന്മാരെ കാണുന്നു, അനേക വിശ്വസ്തന്മാരെ കാണുന്നു. വിശ്വസ്തയോടെ ഓട്ടമോടി പൂർത്തീകരിച്ച പൗലോസ്ലീഹ പോലെയുള്ളവരെയും, അപ്പോൾ തന്നെ ഓട്ടം പൂർത്തീകരിക്കാതെ ഓട്ടത്തിൽ പരാജയപ്പെട്ടവരെയും വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് പകൽവേളയിൽ ഈ രണ്ട് പദങ്ങളുള്ള ബന്ധത്തിലും, അപ്പോൾ തന്നെ ആ ഒന്നാമത്തെ വാക്യത്തിലൂടെ ചില ആത്മീക ചിന്തകൾ ദൈവജനത്തിന് നൽകുമ്പോൾ വളരെ പ്രാർത്ഥനാപൂർവം നാം ശ്രദ്ധയോടുകൂടെ ആയിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്കും ഒരു പുതിയ അനുഭവത്തിലേക്കും കർത്താവ് നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭക്തന്മാർ, വിശ്വസ്തന്മാർ രണ്ട് പദങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ട് അവിടെ കാണുന്ന ഒരു പദമാണ് ഇല്ലാതെ പോകുന്നു, കുറഞ്ഞ് പോകുന്നു. അതും ശ്രദ്ധനീയമാണ്. ആ രണ്ട് പദങ്ങളും ഈ ഭക്തന്മാരെയും വിശ്വസ്തന്മാരെയും കുറിച്ച് പറഞ്ഞിട്ട് ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ദൈവമേ രക്ഷിക്കണമേ എന്നുള്ള ഒരു നിലവിളിയുടെ ശബ്ദമാണ് സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. രക്ഷിക്കണമേ എന്നുള്ള ഒരാഴമേറിയ നിലവിളി അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഭക്തി കെട്ട അനുഭവങ്ങൾ, വിശ്വസ്തതയില്ലാത്ത അനുഭവങ്ങളിലൂടെ കൂടെ നിന്ന പലരും പിന്മാറിപ്പോയി, കൂടെ നിന്ന പലരും തന്നെ വിട്ടു പോയി കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ നിന്ന മന്ത്രിയായ അഹീത്തെ പോലും, കൂടെ നിന്ന പല പ്രിയപ്പെട്ടവരും അബീശായി ഉൾപ്പെടെയുള്ളവരെ മാറിപ്പോയ അനുഭവങ്ങളിലും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വേദനയുടെ അനുഭവങ്ങളിൽ വിശ്വസ്തരെന്നും ഭക്തരെന്നുമൊക്കെ ചിന്തിച്ച അനുഭവങ്ങളിൽ അവർ മാറിപ്പോകുമ്പോൾ ഒരു നിലവിളി ഉയർത്തുന്ന ഒരു ശബ്ദം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അവരെക്കുറിച്ച് അവരെങ്ങനെയായിരിക്കുമെന്നും അവർ കപടമുള്ള അധരത്തോട് സംസാരിക്കുന്നുവെന്നും വ്യാജങ്ങളെ പറയുന്നുവെന്നും അവരുടെ അധരങ്ങൾ കൊണ്ട് അവരെപ്പോഴും ദൈവഗതമല്ലാത്തത് പ്രവർത്തിക്കുന്നുവെന്നുമൊക്കെ എടുത്ത് ആർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യാശയുടെ വാക്കും ആ തിരുവചനത്തിൽ പറയുന്നുണ്ട്. 5-ാം തിരുവെഴുത്തിൽ കപടമുള്ള മനസ്സോടും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിലും 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എളിയവരുടെ പീഡ നിമിത്തം, ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും എന്നുള്ളൊരു ശബ്ദവും അവിടെ കേൾപ്പാനിടയാകുന്നുണ്ട്. ദൈവവചനം കേൾക്കുമ്പോഴും ദൈവജനത്തോട് ഓർപ്പിക്കട്ടെ, ദൈവശബ്ദമായി തന്നെ ഓർപ്പിക്കട്ടെ. എളിയ ജനത്തിന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയാത്ത ദൈവം പ്രത്യേകാൽ യഹോവേ രക്ഷിക്കണമേ എന്നുള്ള ഒരു കൊച്ചു പ്രാർത്ഥന മതി എളിയവരുടെ നിലവിളി നിമിത്തം എഴുന്നേറ്റ് പ്രവർത്തിപ്പാൻ ശക്തനാണ് ദൈവമെന്നും ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നാം അല്പമൊന്ന് വിശദമായിട്ട് 1-ാം വാക്യത്തിൽ നിന്നാണ് പഠിക്കുന്നതും ചിന്തിക്കുന്നതും. ഇന്നത്തെ പ്രധാന ചിന്തയും അതാണ്. ഇല്ലാതെ പോകുന്നത്, കുറഞ്ഞു പോകുന്നത് ആരെ? അതിനുള്ള പരിഹാരം എന്താ? ഈ നിലകളിലൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു? ദൈവം അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? ഈ വിഷയങ്ങളും നാം ഇന്ന് പകൽ ഒരുമിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ നാം പരിശോധിച്ചാൽ ആവർത്തന പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ്. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അടുത്തത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും
തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമാണോ? നാം എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ തലമുറകളെ പഠിപ്പിക്കേണ്ടത് എന്താണ്? ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ തിരുവചനം ഈ വചനത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നാം എന്താണ് പഠിക്കേണ്ടത്, നാം എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നാം പലപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന വിഷയത്തിലായാലും വലിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പലരും പ്രാർത്ഥനാ വിഷയങ്ങളുമായി, പലരും വലിയ പരിഭവങ്ങളുമായിട്ട് വരാറുണ്ട്. കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളുമൊക്കെ ആയിട്ട് കടന്നു വന്ന് സംസാരിക്കാറുണ്ട്. എന്നാൽ ഓർപ്പിക്കട്ടെ, വചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിച്ചിരിക്കുന്നു. ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, വിശ്വസ്തന്മാരില്ലാതെ പോകുമ്പോൾ നാം പഠിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമാകുന്ന കാര്യം വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ ഓർപ്പിച്ചിരിക്കുന്നു. എന്നെ ഭയപ്പെടുവാൻ നിങ്ങൾ പഠിക്കണം. ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കണം. അപ്പോൾ തന്നെ നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിക്കുകയും വേണമെന്ന് വിശുദ്ധ ബൈബിൾ ഓർപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഓർപ്പിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു സ്വയശോധനയ്ക്കൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് സ്വയശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. ദൈവത്തെ ഭയപ്പെടുവാൻ നാം പഠിക്കുന്നുണ്ടോ? ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് നാം ശ്രമിക്കാറുണ്ടോ? അതുപോലെ തന്നെ അടുത്ത ജനറേഷനെ ദൈവത്തെ ഭയപ്പെടുവാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് വചനം ഓർപ്പിച്ചിരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ. വലിയ കോഴ്സുകളോ, അതേ IAS പോലുള്ള വലിയ പഠിത്തങ്ങളോ, അല്ലെങ്കിൽ MBBS പോലുള്ള പഠിത്തങ്ങളോ അതൊക്കെ നല്ലതാണെന്നാൽ അപ്പോൾ തന്നെ തലമുറകളെ ദൈവത്തെ ഭയപ്പെടുവാൻ പഠിപ്പിക്കണമെന്ന് മോശ മുഖാന്തരമായി ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്തെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഭക്തന്മാരും വിശ്വസ്തന്മാരും കുറഞ്ഞു പോകുന്നു? അതിനുള്ള ഉത്തരം ഇതാണ്: നാം പഠിക്കുന്നില്ല, തലമുറകളെ അത് പഠിപ്പിക്കുന്നില്ല. അതിനൊരു പരിഹാരം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. നാം ദൈവത്തെ ഭയപ്പെടുവാൻ പഠിക്കുകയും അപ്പോൾ തന്നെ തലമുറകളെ അത് പഠിപ്പിക്കുകയും ചെയ്യുവാൻ നാം തയ്യാറാകണം. അതാണ് ദൈവവചനത്തിലെ വ്യവസ്ഥ എന്ന് പറയുന്നത്. യഹോവ ഭക്തി എന്നുള്ള വിഷയത്തിനൊരു നിർവചനം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ ഭയപ്പെടുക, എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ ബഹുമാനിക്കുക, എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ആ പദങ്ങളിൽ ഒന്ന് വിചിന്തനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഭയം, ഭക്തി, ബഹുമാനം, ആദരവ്, ഫിയർ, റെവറൻസ്, ഒബീഡിയൻസ്, ഇങ്ങനെ വിവിധ നിലകളിൽ ആ പദങ്ങളെ നാം ചിന്തിക്കുമ്പോൾ എല്ലാറ്റിലും ഉപരിയായി സർവശക്തനായ ദൈവത്തെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ഭയപ്പെടുക എന്നതുകൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വേദചിന്തകനായിരിക്കുന്ന C.A. സ്കോഫീൽഡ് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ഓർപ്പിച്ചിരിക്കുന്നത്: തിന്മയെ പകയ്ക്കുക, ദൈവത്തെ ഭയപ്പെടുക. തിന്മയെ പകയ്ക്കുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു. അതാണ് ദൈവത്തെ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ഓർപ്പിച്ചിരിക്കുന്നത് ആദരവോടുകൂടിയ ദൈവത്തിലുള്ള ആശ്രയമാണ്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനം ഒരുമിച്ച് പറയുവാനായിട്ടിടയായി തീരണം. ആദരവോടുകൂടിയ ദൈവത്തിലുള്ള ആശ്രയത്തിന് ഭയമെന്ന് പറയാം, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയാം. അപ്പോൾ തന്നെ തിന്മയെ പകയ്ക്കുന്ന ഒരനുഭവത്തെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുവാനിടയായിട്ടുന്ന യോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തോടുള്ള ബന്ധത്തിൽ യോസഫ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു: ഈ മഹാദോഷം പ്രവർത്തിച്ച്
ഞാൻ ദൈവത്തോടെങ്ങനെ പാപം ചെയ്യുവാനായിട്ടിടയായിത്തീരും? കർത്താവിൽ പ്രിയരെ, ഈ ശബ്ദം കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണമേ, രഹസ്യ ജീവിതത്തിലാണ് ദൈവത്തിന്റെ ഭയം അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി വെളിപ്പെടുത്തുവാനിടയായിത്തീരുന്നത്. ഈ കാലഘട്ടത്തിലും ദൈവത്തെ ഭയമില്ലാത്ത അനുഭവങ്ങളും അപ്പോൾ തന്നെ വിശ്വസ്തതയില്ലാത്ത അനുഭവങ്ങൾ ഉള്ളപ്പോൾ യോസേപ്പിന്റെ കാലഘട്ടത്തിൽ താൻ തെളിയിച്ചിരുന്നു എന്താണ് വിശ്വസ്തത, എന്താണ് ദൈവത്തിലുള്ള ഭയമെന്ന്. രഹസ്യ ജീവിതത്തിലാണ് ദൈവ ഭയം വെളിപ്പെടുത്തേണ്ടത്. ഒറ്റയ്ക്കുള്ളപ്പോഴാണ് ദൈവത്തിന്റെ ഭയം ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീരേണ്ടത്. തൻ്റെ ജീവിതത്തിലെ പാപം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ മുൻപിൽ വന്നപ്പോഴും താൻ ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞു, ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോടെങ്ങനെ പാപം ചെയ്യുവാനായിട്ടിടയായി. അതുകൊണ്ട് ഇന്ന് പകൽ ശബ്ദം കേൾക്കുമ്പോൾ ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവജനവും വ്യക്തിപരമായ ജീവിതത്തിൽ മുൻപിൽ വരുന്ന സാഹചര്യങ്ങളിൽ, രഹസ്യ ജീവിതത്തിൽ മുൻപിൽ പാപത്തിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ അവിടെ അതിനെ ജയിക്കുവാനായിട്ട് ദൈവത്തോടാണ് മഹാദോഷം പ്രവർത്തിക്കുന്നുള്ള ചിന്തയും, അത് ദൈവത്തിന്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നുള്ള ബോധ്യവും, അല്ലെങ്കിൽ സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം സകലതും കാണുന്നു എന്നുള്ള ആ ബോധ്യവും തിന്മയെ പകയ്ക്കുവാനുള്ള ആ ഒരു തീരുമാനവുമാണ് ദൈവത്തിലുള്ള ഭയത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. മോശെ മുഖാന്തരം അരുളി ചെയ്തത് ഇത് നാം പഠിക്കണം, ഇത് അടുത്ത തലമുറയെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരണം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം നാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വചനമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനം ഞാൻ ദൈവമക്കളെ അതേ ചിന്തയിലേക്ക് ചൂണ്ടിക്കാണിക്കാം. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തത ഉള്ള അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തും? ഇത് തന്നെയാണ് സങ്കീർത്തനക്കാരനും ഓർപ്പിച്ചിരിക്കുന്നത്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയിരിക്കുകയാണ്. വിശ്വസ്തന്മാരെ ആര് കണ്ടെത്തുമെന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു. ദയാലുവായ ഒരുവനെ കണ്ടെത്തുന്നുണ്ട്, എന്നാൽ വിശ്വസ്തന്മാരെ കണ്ടെത്തുവാൻ പ്രയാസമായിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ ദൈവജനം പ്രാർത്ഥിക്കേണ്ടത്, മാതാക്കൾ പ്രാർത്ഥിക്കേണ്ടത്, ഈ വചന ശബ്ദം കേൾക്കുന്നവർ പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിന്റെ ഭയത്തിലേക്ക് അടുത്ത ജനറേഷനെ നടത്തുവാൻ, അത് പഠിപ്പിച്ചു കൊടുക്കുവാൻ വചനം നമ്മെ ഓർപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ അതിനായിട്ടും സമയങ്ങൾ അത് നാം ചെലവഴിക്കട്ടെ. വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തുമെന്നുള്ള ചോദ്യത്തിന് വിശ്വസ്തനായ ഒരുവനെ കണ്ടെത്തണമേ, വിശ്വസ്തരെ എഴുന്നേൽപ്പിക്കണമേ, അതേ ഭക്തിയുള്ളവരെ, ദൈവഭയമുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഈ നാളുകളിൽ ദൈവജനം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വിശ്വസ്തത അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ, അതൊരു ഔദ്യോഗിക ഭാഷയായിട്ട് നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ലെറ്ററുകളൊക്കെ എഴുതുമ്പോൾ പലപ്പോഴും ഔദ്യോഗിക കാര്യങ്ങൾക്ക് എഴുതിയാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതാറുണ്ട്, വിശ്വസ്തയോടെ അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതി നാം ഒപ്പുവെക്കാറുണ്ട്. ആ പദത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഞാൻ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്, ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയാണ് എന്നുള്ള ഒരു ഉറപ്പാണ് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ഇപ്പോൾ നാം അറ്റസ്റ്റ് ചെയ്തൊക്കെ നമ്മുടെ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പികളും ഒക്കെ ചില പ്രത്യേക ആവശ്യങ്ങളിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് പോലും കൊടുക്കാറുണ്ട്. എന്നാൽ മറ്റു ചില ആവശ്യങ്ങളിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരുടെ പച്ചമക്ഷി കൊണ്ടുള്ള ഒപ്പിട്ട് കഴിയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഇത് സത്യമാണ്, ഒറിജിനൽ കണ്ടിട്ട് അതിൻ്റെ കോപ്പിയിലാണ് സൈൻ ചെയ്തിരിക്കുന്നതെന്ന് അത് വ്യക്തമാക്കുന്നു എങ്കിൽ വിശ്വസ്തത എന്നുള്ള പദം കൊണ്ട് ആ ഒരു പദത്തിന് വലിയ വിശാലമായൊരു അർത്ഥമുണ്ട്.
മൂലഭാഷയിൽ ആ പദത്തിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ഇങ്ങനെയാണ്: മെഴുകില്ലാത്ത അവസ്ഥ. അതിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: കൊത്തുപണികൾ നടത്തുമ്പോൾ പോരായ്മകൾ വരാറുണ്ട്. ആ പോരായ്മകൾ നികത്തുവാനായിട്ട് ശില്പി ചെയ്യുന്ന ഒരു പരിപാടിയാണ് കല്ലുകളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രത്യേക വസ്തുക്കളിലോ തടികളിലോ ഒക്കെ ശില്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് പാടുകളോ അതിൽ ചെറിയ ചെറിയ വിള്ളലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മെഴുകു പുരട്ടുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ മെഴുകു പുരട്ടിയിട്ട് അതിൻ്റെ പോറലുകള് അതിൻ്റെ വിടവുകളൊക്കെ അടയ്ക്കുവാൻ ഇടയായിത്തീരും. ചില ശില്പങ്ങൾ അതിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്: മെഴുകില്ലാത്ത ശില്പമാണ്, മെഴുകു പുരട്ടാത്ത ശില്പമാണ്, അതിനാണ് പ്രത്യേക വിലയുള്ളത്. എന്താണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? മെഴുകില്ലാത്തത് എന്നുള്ള അവസ്ഥയാണ് വിശ്വസ്തത. വിശ്വസ്തൻ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നെങ്കിൽ ബൈബിൾ ഭാഷയിൽ വിശ്വസ്തന്മാര് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തോട് ഓർപ്പിക്കട്ടെ, പലയിടങ്ങളിലും മെഴുകു പുരട്ടി പൂശി പലതിനെയും മൂടി വെച്ച് കള്ളത്തരങ്ങളും അതേ പാപപ്രവർത്തികളെയും മൂടി വെച്ചിട്ട് അതിലൂടെ ആ നിലകളിൽ പ്രവർത്തിക്കുകയും അങ്ങനെ പൊതിഞ്ഞു വെച്ച് മെഴുകു പുരട്ടി ശില്പത്തെ പുരട്ടുന്നത് പോലെ പാപജീവിതത്തെ അതേ ആ മെഴുകു പുരട്ടുന്നത് പോലെ പുരട്ടി വെച്ചിട്ട് മുൻപോട്ട് പോകുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും കാണുവാനായിട്ടിടയായിത്തീരുന്നത്. എന്നാൽ വചനമർപ്പിക്കുന്നു, ഇതിനെതിരെ ദൈവജനം പ്രാർത്ഥിക്കണം. ഇതുപോലെ മെഴുകുപുരട്ടി പാപത്തെ മൂടി വെച്ചു കൊണ്ടുപോകുന്ന അനുഭവങ്ങളെ മാറുവാനായിട്ട് വിശ്വസ്തന്മാർ എഴുന്നേൽക്കുവാനായിട്ട്, അതേ ഭക്തന്മാർ എഴുന്നേൽക്കുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വസ്തയോടെ ജീവിച്ചാൽ, നേരോടെ ജീവിച്ചാൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മെ വിളിച്ച്, ദൈവം നമ്മെ തൻ്റെ അരുളപ്പാട് അറിയിച്ച കൃത്യസമയങ്ങളിൽ വേണ്ടുന്ന ആലോചന നൽകി തന്ന്, പോക്കറ്റിൽ വേണ്ടുന്നത് പോക്കറ്റില്, അതേ തലമുറകളായിരിക്കേണ്ടിടത്ത് അവിടെ വേണ്ടുന്നത് അവിടെയൊക്കെ എത്തിച്ചു തരുവാൻ മതിയായ ദൈവമായിരിക്കുമ്പോൾ പലപ്പോഴും അവിശ്വസ്തതകൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ മെഴുകു പുരട്ടിയ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ ഇന്ന് ഈ ശുശ്രൂഷ മുഖാന്തരം ദൈവജനത്തിന് ഇടയാക്കണം. യോശുവയുടെ പുസ്തകത്തിൽ വിശ്വസ്തതയെക്കുറിച്ച് വളരെ ശക്തമായ ഒരു പ്രഖ്യാപനം നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-15 വാക്യങ്ങൾ ചേർത്ത് പരിശോധിച്ചാൽ അവിടെ മനസ്സിലാക്കുന്നുണ്ട്: ആകയാൽ നിങ്ങളെ യഹോവയെ ഭയപ്പെട്ടവനെ പരമാർത്ഥതയോടെ വിശ്വസ്തയോടുകൂടെ സേവിപ്പീൻ എന്ന് ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ആ പദത്തിന്റെ അർത്ഥവും അതേ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം, അവനെ പരമാർത്ഥതയോടെ വിശ്വസ്തയോടുകൂടെ സേവിക്കുവാനായിട്ടിടയായി തീരണം. ഒരു വാക്ക് കടത്തിൽ പറഞ്ഞാൽ മെഴുക് ഇല്ലാത്ത അനുഭവം പോലെ പ്യൂവറായ വിശുദ്ധിയിൽ വേർപാടിൽ ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവജനം ഇടയാകണം. ഒരു ചിന്തയുടെ പറഞ്ഞ് ഞാൻ ഈ മെസ്സേജിന് വിരാമം കുറിക്കാം. എന്തുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടുവാനിടയായി തീരണം? പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചത് എന്ത് ബൈബിൾ ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു, വിശുദ്ധ ബൈബിൾ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ഓർപ്പിച്ചു. അപ്പോൾ തന്നെ ദൈവഭക്തി എന്താണെന്നുള്ള വിഷയം ഓർപ്പിച്ചു. വിശ്വസ്തത എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണെന്ന് ഓർപ്പിച്ചു. യോശുവയുടെ പ്രസ്താവന ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്ത് എന്ന് ഓർപ്പിക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് ഇടയായി തീരണം? ഒന്നാമത് ദൈവത്തിന്റെ പരിശുദ്ധി നിമിത്തം, ദൈവത്തിന്റെ വിശുദ്ധി നിമിത്തം നാം ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് ഇടയായി തീരണം. വെളിപ്പാട് പുസ്തകത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാനിടയായി തീർന്നു: കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും
മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ആ ഭാഗത്തെ ഒരു പദം വളരെ ശ്രദ്ധനീയമാണ്. ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെ മഹത്വപ്പെടുത്താതെ ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. ഒന്നാമത് എന്തുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണം? ദൈവം പരിശുദ്ധനാകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണമെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം അർപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണം? ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം നാം ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയാകണം. ആവർത്തന പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ എല്ലാ വാക്യങ്ങളും ഓർപ്പിക്കുവാൻ കഴിയത്തില്ല. അതിൻ്റെ 17-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയാകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദിദേവനും കർത്താവുമായി വല്ലവനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവൻ അന്നവും വസ്ത്രവും നൽകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത. എന്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം? ദൈവത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ആ തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് കണ്ടത്. ദൈവമായ യഹോവ ദൈവാദിദൈവവും കർത്താവും വല്ലവനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. ഈ മഹാദൈവത്തിന്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത് എന്നുള്ള ആ വലിയ ബോധ്യത്തോടുകൂടി വേണം നാം വിശുദ്ധ സഭായുഗത്തിലായിരിക്കാൻ, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ. ഒന്നാമത് ദൈവം ഏക പരിശുദ്ധനാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠത നിമിത്തമായിട്ട് അവിടുന്ന് മഹാദൈവവും കർത്താവും ദൈവാദിദൈവവുമാകൊണ്ട് അവിടുത്തെ ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. മൂന്നാമത് നാം ദൈവത്തെ ഭയപ്പെടേണ്ടതിൻ്റെ ആവശ്യകത 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്നും അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീർന്ന 1 ശമൂവേലിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവീൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്ര വലിയ കാര്യമാണ് ദൈവം ചെയ്തിരിക്കുന്നതെന്ന് ഓർത്താൽ അവിശ്വസ്തയോടെ ജീവിക്കുവാൻ കഴിയത്തില്ല. ദൈവ ഭയമില്ലാതെ ജീവിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എത്ര വലിയ കാര്യമാണ്, എത്ര വലിയ നന്മയാണ് ദൈവം ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത നന്മകളെ, ദൈവിക പ്രവൃത്തികളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല. അനേക ചിന്തകളുണ്ടെങ്കിലും അത് വാക്കുകൾക്ക് വിരാമം കുറിക്കേണ്ടത് ആവശ്യമാകൊണ്ട് വളരെ വേഗത്തിൽ ഈ ചിന്ത പറയട്ടെ. ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം യോശുവയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 23-24 വചനങ്ങളിലത് കാണുവാനിടയാകുന്നു. ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ ഭയപ്പെടുവാനായിട്ട് ഓർപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധ തിരുവെഴുത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീറുള്ള ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നവർ അത്യുച്ചത്തിൽ പറഞ്ഞു. ആ വചനം ഞാൻ ഓർപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, വരുവാനൊരു ന്യായവിധി ഉള്ളത് കൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഈ ശബ്ദം ഇന്ന് പകൽ ദൈവത്തിന്റെ ജനം കേൾക്കുമ്പോൾ മനസ്സിലാക്കണമേ, ദൈവത്തെ ഭയപ്പെടേണ്ടത് ദൈവം ന്യായം വിധിക്കുന്ന ദൈവം കൂടിയാകയാൽ അതിന്റെ നാഴിക ഏറ്റവും അടുത്തിരിക്കയാൽ വളരെ വ്യക്തമായിട്ട് അർപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ
അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്ന സമാപന വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിർത്തിയിരിക്കുന്ന എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ആ ഭാഗത്തും കാണുന്നത് ദൈവം സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നത് കൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. കർത്താവിൽ പ്രിയരെ, ഈ വചനങ്ങൾ അർപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണമെന്ന്, എന്തുകൊണ്ട് വിശ്വസ്തയോടെ ജീവിക്കണമെന്ന് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നിമിത്തം, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം, ദൈവത്തിൻ്റെ വലിയ നന്മകൾ നിമിത്തം, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം, വരുവാനുള്ള ന്യായവിധി നിമിത്തം, ന്യായവിധിയുടെ അധികാരം സകല രഹസ്യങ്ങളെയും അതേ ഒരു കാൽ വെളിപ്പെടുത്തുന്നവനുമാകൊണ്ട് ദൈവത്തെ ഭയത്തോടെ സേവിക്കുവാനായിട്ട് അർപ്പിക്കുന്നു. തീർന്നില്ല, ദൈവത്തിന് ക്ഷമിക്കുവാനുള്ള ഒരു ഹൃദയമുണ്ട്. ആ ദൈവത്തിന് ക്ഷമിക്കുവാനുള്ള ഹൃദയ നിമിത്തം നാം ദൈവത്തെ ഭയപ്പെടുവാൻ ഓർപ്പിക്കുന്നു. 130-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിലൊക്കെ അതേ ഇങ്ങനെ കാണുവാൻ ഇടയാകുന്നുണ്ട്. നീ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. കർത്താവിൽ പ്രിയരെ, ദൈവത്തെ ഭയപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ഓരോന്നോരോന്ന് ഇവിടെ എടുത്തു പറയുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ദൈവത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ 12-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ചതുപോലെ ഭക്തന്മാർ ഇല്ലാതെ പോകുമ്പോൾ, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോകുമ്പോൾ യഹോവേ രക്ഷിക്കണമേ എന്നുള്ള നിലവിളി ഉയർത്തേണ്ടതാകുന്ന നാളുകളാണ് നമ്മുടെ മുൻപിലുള്ളത്. 86-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് അതിൻ്റെ 11-ാം വചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രം ആക്കണമേ. ആ വചനങ്ങള് നമ്മുടെ ഹൃദയത്തിലൊന്ന് സംഗ്രഹിക്കാം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലൊന്ന് ഏകാഗ്രമാക്കാം. കർത്താവേ, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ ഭയപ്പെടാതെ, വിശ്വസ്തത കാണിക്കാതെ മുൻപോട്ട് പോയാൽ അത് അപകടകരമാണെന്നും അത് പാപമാണെന്നും വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ആരാധനയിൽ ദൈവജനം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്നെ ഭയപ്പെടുവാൻ ഏകാഗ്രതയുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. ദൈവത്തെ ഭയപ്പെടുവാൻ ഏകാഗ്രതയുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയട്ടെ. ഞാനൊരു സംഭവ കഥ പോലെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ജർമ്മനിയിലെ വാഴ്സയ്ക്ക് സമീപം ഒരു പാവപ്പെട്ട അലക്കുകാരൻ തൻ്റെ ഒരു വാടക വീട്ടിൽ പാർക്കുന്ന സമയം ആ വാടക വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കണമെന്ന് ഉടമസ്ഥൻ ആവശ്യപ്പെട്ടപ്പോൾ, കർത്താവിൽ പ്രിയരെ, ആ കുടുംബം വളരെ വേദനിക്കുവാനിടയായി, വളരെ ഭാരപ്പെടുവാനിടയായി. എന്നാൽ അന്ന് വൈകിയ വേളയിൽ അവരാരാധിക്കുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവത്തോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. അവരാലയത്തിൽ നിറങ്ങി വരുമ്പോൾ അവർ സ്ഥിരമായി ആഹാരം കൊടുക്കുന്ന ഒരു കാക്കയെ കാണുവാനിടയായി. ആ കാക്ക ഒരു മോതിരം അതിൻ്റെ ചുണ്ടിൽ നിന്ന് കൊത്തി ഇവരുടെ അടുത്തേക്ക് ഇട്ടുകൊടുക്കുവാനിടയായി. അപ്പോൾ ഇവർ ആ മോതിരം എടുക്കുവാനും അവരതെടുത്ത് കയ്യിലെടുത്തപ്പോൾ മനസ്സിലായി ഇതൊരു സാധാരണ മോതിരമല്ല, ഇതിൽ വിശേഷമായ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇതേതോ രാജാ സന്നിധിയിലുള്ളതോ രാജാക്കന്മാരുടെ അതുപോലെയുള്ള ആ മോതിരമാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഉടനെ ഇവർ ചെയ്തത് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. അപ്പോൾ മനസ്സിലായി രാജാവിൻ്റെ മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സാധു കുടുംബം, ദൈവത്തെ ഭയപ്പെടുന്ന ആ കുടുംബം ചെയ്തത്, അവർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുവാനും ഇങ്ങനെ കാക്ക കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ ഒരു മോതിരം ഇട്ട് കൊണ്ടുവന്ന കാര്യം
അവരുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവരും വിശ്വസ്തയോടെ ജീവിക്കുന്നവരുമാകൊണ്ട് അവരെ തിരിച്ചു തരുവാനായിട്ട്, രാജാവിനെ ഏൽപ്പിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ് രാജാവിനത് തിരികെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിൻ പ്രിയരെ, സംഭവിച്ചത് ഇപ്രകാരമാണ്. രാജാവിനത് വലിയ പ്രീതിയാകുവാനും പിന്നത്തേതിൽ ആ ഒരു മോതിരത്തിന് പകരമായിട്ട് വിലയേറിയ സ്വത്തുക്കൾ, അവർക്ക് വേണ്ടുന്ന സകലതും നൽകിക്കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെന്ന് ഞാനിങ്ങനെ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഞാൻ ഈ സംഭവം എന്തിനെ ഓർപ്പിച്ചു എന്ന് ചോദിച്ചാല്, ഒരുപക്ഷെ അവർക്ക് അവിശ്വസ്തത കാണിക്കാമായിരുന്നു, ആ കുടുംബത്തിന് അത് ഒളിപ്പിച്ചു വയ്ക്കാമായിരുന്നു, അത് മറിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ അവർ ചെയ്തത് ഇത് തങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് തിരികെ ഏൽപ്പിക്കുവാനും, അത് തിരികെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ രാജാവ് അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകിക്കൊടുക്കുവാനായിട്ടിടയായി തീർന്നുവെങ്കിൽ ആ ഒരു അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തുകയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ. യേശുക്രിസ്തു ഇങ്ങനെ പറയുവാനിടയായി, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ ഭയപ്പെടുവാൻ ആർപ്പിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അതേ, ഭക്തന്മാരില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ യഥാർത്ഥമായ ഭക്തിയോടുകൂടി, യഥാർത്ഥമായ വിശ്വസ്തയോടുകൂടി കർത്താവിനെ സേവിച്ച് മുന്നേറുവാൻ ഇന്ന് പകൽ നമുക്ക് സമർപ്പിക്കുവാനായിട്ട് കഴിയട്ടെ. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. കർത്താവേ, വ്യക്തിപരമായ ജീവിതത്തിൽ മുൻപിൽ വരുന്ന സാഹചര്യങ്ങൾ ഏതുമായാലും അവിടെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, വിശ്വസ്തത കാത്തുകൊണ്ട്, ഭക്തന്മാരില്ലാതെ പോകുമ്പോൾ, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞു പോകുമ്പോൾ, കർത്താവേ, തിന്മയെ പകച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നുള്ള സമർപ്പണത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഭയത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നു, വിറയലോടെ അടുത്തു വരുന്നു. ഭക്തന്മാരില്ലാതെ പോകുന്ന, വിശ്വസ്തന്മാർ കുറഞ്ഞു പോയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ, വിശുദ്ധിയോടെ നിൽപ്പാൻ ഒരുക്കണമേ, ഭക്തിയോടെ നിൽപ്പാൻ ഒരുക്കണമേ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനായി സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു, വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാവരെയും ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി ഭക്തിയോടെ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. ആമേൻ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ